നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരുപാട് സാധനങ്ങളൊക്കെ ഭഗവാന് മുന്നിൽ ഒരുക്കി വെച്ചിട്ട് കണ്ണടച്ച് വന്ന് കൈകൂപ്പി വന്ന് കണ്ണു തുറക്കണം. അച്ഛൻ ഇന്ന് രാത്രി വന്നാ മതിയായിരുന്നു. എങ്കിൽ അച്ഛനെ കണിയാണായിരുന്നു. വിഷ്ണുവേട്ടാ, നമുക്ക് എന്നാ വിഷ്ണുവേട്ടാ നമ്മുടെ മക്കൾക്കൊപ്പം സന്തോഷത്തോടെ വിഷു ആഘോഷിക്കാൻ പറ്റുക? എല്ലാ വർഷവും ഞാൻ ഇവിടെയും വിഷ്ണുവേട്ടൻ അവിടെയും. ഇതെന്തൊരു ജീവിതമാണെന്ന് ഞാൻ പലപ്പോഴും എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാനായിട്ട് തന്നെ എന്നെ ആശ്വസിപ്പിക്കും. ഈ വർഷം ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ, അടുത്ത വർഷം ആവുമ്പോൾ എല്ലാം മാറുമെന്ന്. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഒന്നും മാറാൻ പോകുന്നില്ല. ഒരു മാറ്റവും ആരുടെ ജീവിതത്തിലും ഉണ്ടാവാൻ പോകുന്നില്ല. ഒരു യന്ത്രം കണക്ക് നമ്മളിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം ജീവിതാവസാനം വരെ. ഇതെന്തൊരു ഇരിപ്പാ മോളെ ഇത്? നീ എന്താ ഈ ആലോചിച്ചു കൂട്ടുന്നത്? പണ്ടൊക്കെ എന്താഘോഷമായിട്ടല്ലേ അമ്മ നമ്മൾ വിഷു ആഘോഷിച്ചിരുന്ന? ഇന്ന് ആർക്കും ഒന്നിനൊരു സമയവുമില്ല. കുട്ടികൾക്ക് പോലും പടക്കം പൊട്ടിക്കണമെന്നോ വിഷുക്കണി ഒരുക്കണമെന്നോ അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ല. ഇപ്പൊ എല്ലാം അവരവരുടെ വിരൽ തുമ്പിൽ ഇതെല്ലാം കാണുകയല്ലേ മോളെ. പടക്കം പൊട്ടിക്കല്ല, പടക്കം പൊട്ടിക്കുന്നത് മൊബൈലിൽ കണ്ട് അവരത് ആസ്വദിക്കുന്നു. അതുപോലെ തന്നെയാ അവർക്ക് കണിയും. സത്യം എന്തേ ആ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന പടക്കമൊക്കെ എടുത്ത് പൊട്ടിക്കാൻ പറ. ഇതൊക്കെ കിട്ടാൻ വേണ്ടി ഞാനും ശാരികേച്ചിയും ശ്യാമയൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളത്. സത്യനാളെ അച്ഛൻ വരുമെന്നുള്ള സന്തോഷത്തില്ല, അച്ഛൻ വരുമെന്നുള്ള പ്രതീക്ഷയും. അവളുടെ മനസ്സിലിപ്പോ വിഷുവും ഇല്ല, ഒരാഘോഷവും ഇല്ല. ഒരൊറ്റ ചിന്തയേ ഉള്ളൂ, അച്ഛൻ വരും, അച്ഛനെ കാണണം. ഒരുപാട് സ്ഥലത്ത് അച്ഛനുമായിട്ട് ചുറ്റിയടിക്കണം. ഞാൻ പിന്നെ മറുത്തൊന്നും പറയാതെ ഇങ്ങി പോന്നു. അല്ലെങ്കിൽ തന്നെ എന്തു പറയാനാ? ഇതെല്ലാം കാണാനല്ലേ എനിക്ക് പറ്റൂ, കണ്ടിട്ട് സങ്കടപ്പെടാനും. ഞാനും അതൊക്കെ തന്നെ ആലോചിക്കുന്ന. സത്യയെ തിരുത്തി കാര്യങ്ങളൊക്കെ നേരേക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സത്യയുടെ വഴിയിൽ സഞ്ചരിക്കാനേ നമുക്കിപ്പോ സാധിക്കും. ആ വഴിയിലൂടെയുള്ള സഞ്ചാരം ഏത് വിധത്തിൽ പ്രാവർത്തികമാക്കും എന്നുള്ള ചിന്തയിലാണ് ഞാനിപ്പോ. പ്രാവർത്തികമാക്കിയേ ഒക്കൂ. ഒന്നിച്ചൊരു വിഷു കൂടി നഷ്ടമാകുന്നു. രണ്ട് സ്ഥലങ്ങളിലിരുന്ന് രണ്ട് മനസ്സുകളുടെ വിഷു ആഘോഷം. ഇതുപോലെ വിഷു ആഘോഷിക്കുന്നവർ ഒരുപാട് പേരുണ്ടാവും. നാട്ടിലെത്താൻ പറ്റാത്തവർ, നാട്ടിലുണ്ടെങ്കിലും ഒന്നിച്ചതുപോലെ ആഘോഷിക്കാൻ പറ്റാത്തവര്. അവർക്കൊപ്പം അവർക്ക് കൂട്ടായി കുറച്ചധികം വർഷങ്ങളായി ഞാനും ശാലിനിയും. വിഷ്ണുച്ചൻ എവിടെ ഇരിക്കായിരുന്നോ? ഞാൻ എവിടെയെല്ലാം നോക്കി. നമുക്ക് കമ്പിത്തിരി കത്തിക്കണ്ടേ? പടക്കവും പൊട്ടിക്കാനുണ്ട്. മോളിച്ചല്ലേ, വിഷ്ണുച്ചൻ വന്നോളാം. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. വിഷ്ണുച്ചനും വാ, ഇപ്പൊ തന്നെ വരണം. വിഷ്ണുച്ചൻ പടക്കം പൊട്ടിച്ചോ, ഞാൻ കമ്പിത്തിരി കത്തിച്ചോളാം. വാ വാ വിഷ്ണുച്ച, വാ. ഇനി എന്നാ മോളെ പഴയ പോലെ എല്ലാരും കൂടെ, സത്യയും പപ്പിയും എല്ലാരും കൂടെ ഒരുമിച്ച് സന്തോഷത്തോടെ വിഷു ആഘോഷിക്കുന്നത് എനിക്കൊന്ന് കാണാൻ പറ്റുക? അങ്ങനെ ഒരു വിഷു ഞങ്ങളുടെ മനസ്സിൽ മാത്രമേ ഉള്ളൂ അമ്മേ. കടമ്പകൾ കടന്ന് അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് എത്താൻ സർവേശ്വരൻ കനിയട്ടെ. ഈശ്വരന് നിങ്ങളെ സഹായിക്കാനേ പറ്റൂ. തീരുമാനം എടുക്കേണ്ടത് നീയും വിഷ്ണുവാ. അമ്മേ, ആ അമ്മേ, ഇത് ഓപ്പൺ ആവുന്നില്ല, ഒന്ന് നോക്കി. അതെ, ഫോണിൽ നോക്കിയിരുന്ന് ഉറക്കൊഴിയണ്ട. നാളെ വെളുപ്പിനെ എഴുന്നേക്കണം. അതെന്തിനാ? ആ പിന്നെ വിഷുക്കണി കാണണ്ടേ? ഒരുപാട് സാധനങ്ങളൊക്കെ ഭഗവാന് മുന്നിൽ ഒരുക്കി വെച്ചിട്ട് കണ്ണടച്ച് വന്ന്
കൈകൂപ്പി വന്ന് കണ്ണു തുറക്കണം. ഷോ അച്ഛൻ ഇന്ന് രാത്രി വന്നാ മതിയായിരുന്നു. എങ്കിൽ അച്ഛനെ കണി കാണായിരുന്നു. അച്ഛൻ വന്നിട്ട് എന്നെ വിളിച്ചാ മതി. ഞാൻ അച്ഛനെ കണി കാണൂ. ഓപ്പൺ ആയോ അമ്മേ? ദാ. മോളെ, നാളെ രാവിലെ സത്യ അച്ഛനെ കാണണമെന്നും പറഞ്ഞ് നിർബന്ധം പിടിക്കോ? ഇല്ല ഇല്ലമ്മേ, നമുക്കത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ശരിയാക്കാം. അമ്മ കണിയൊരുക്കിക്കോ. ഉം. ഭഗവാനെ കാത്തോളണേ. എന്റെ കുട്ടികൾക്ക് സർവ്വ ഐശ്വര്യം നൽകി അനുഗ്രഹിക്കണേ. സൂക്ഷിച്ച് നടക്കണേ, തട്ടി വീഴരുത്. അച്ഛൻ വന്നോ അമ്മേ? അച്ഛൻ വരും മോളെ. നമുക്ക് കണിയൊക്കെ കണ്ടതിന് ശേഷം കുളിച്ചൊരുങ്ങി നിൽക്കാം. അപ്പോഴേക്കും അച്ഛൻ വരും. ഉറപ്പാണോ? ഉറപ്പ്. സുന്ദരിക്കുട്ടി വന്നല്ലോ. അതെ, കണ്ണു തുറക്കല്ലേ, ഞാൻ പറഞ്ഞിട്ട് തുറക്കാവേ. ആ ആ, ഇങ്ങോട്ട് നീങ്ങി നിന്നേ. ആ, കണ്ണു തുറക്കല്ലേ. ആ, ഇനി മോള് പതുക്കെ കണ്ണു തുറന്ന് നോക്കിയേ. ആഹാ, കൊള്ളാലോ. ശാരദാമ്മ അപ്പൊ നേരത്തെ എണീറ്റോ? പിന്നല്ലാതെ, ഇതൊക്കെ തയ്യാറാക്കണ്ടേ. പിന്നെ വിഷുക്കണിയും വെച്ചു. ആ, ഇനി ഒരു ചടങ്ങ് കൂടിയുണ്ടേ. രണ്ടുപേരും കൈനീട്ടിയേ. ഇതെന്തിനാ? വിഷു കൈനീട്ടം വേണ്ടേ? ആ, അത് വേണം. എന്നാ കൈനീട്ട്. മോളെ, ഈ സമ്പത്തും ഐശ്വര്യവും അടുത്ത വർഷം വരെ നിലനിൽക്കണേന്ന് കൃഷ്ണ ഭഗവാനോട് പ്രാർത്ഥിക്കും മക്കളെ. കൃഷ്ണ ഭഗവാനെ, ഇന്നെന്റെ അച്ഛൻ വരണേ. എനിക്കതല്ലാതെ വേറെ ഒന്നും വേണ്ട ഭഗവാനെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.